ഹലോ മച്ചാന്മാരെ, ഇന്ന് നമ്മൾ വന്നേക്കാണ് നമ്മുടെ ഫ്രീ ഫയർ ഗെയിം പ്ലേ നമ്മൾ വീണ്ടും വന്നേക്കാണ്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മുടെ CS റാങ്ക്. യെസ്, അപ്പോൾ നമ്മളിന്ന് CS റാങ്കാണ് കളിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ മാച്ച് അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ കൂടെ 4 പ്ലെയേഴ്സ് ഉണ്ട്. നല്ല പ്ലെയറാണോ അറിയില്ല. നമ്മൾ ഈ ഗെയിം ജയിക്കുമെന്ന് പോലും എനിക്ക് സത്യമായിട്ട് അറിയില്ല. ഓക്കെ, ഞാൻ ഇത് G18 എടുക്കണേ. G18 എടുത്തിട്ട് നമ്മളിങ്ങോട്ട് നേരെ കൂടെ ഓടിപ്പോകണം. അവിടെ നമ്മുടെ പ്ലെയർ പറയാ ഇതിൽ ടെലിപ്പോർട്ട് ആയിക്കോന്ന്. അപ്പം ഈ ടെലിപ്പോർട്ട് ആക്കുമ്പോൾ അത് പെട്ടെന്ന് ആവണേ ഇല്ല. അപ്പോൾ ഞാൻ നിന്നിട്ടാക്കി. അപ്പം ഇങ്ങോട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നു. ഓക്കെ, ആരും ടെലിപ്പോർട്ട് ആവണമെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ടാക്കിയെങ്കിൽ ആവില്ല. ഇവിടെ തന്നെ നല്ലതായിട്ട് മണ്ടൈമി കിട്ടും. അടുത്ത് വരുന്നതിന് ബോഡി ഷോട്ടിൽ തന്നെ ഞാൻ തീർക്കും. പെട്ടെന്ന് ഹെഡ് ഷോട്ട് വന്നില്ല, അതുകൊണ്ട് ഞാൻ ബോഡി ഷോട്ടിൽ ഞാൻ തീർക്കും. ഇനി അടുത്ത് ഇവിടെ വന്നിട്ട് ചുട്ടിട്ടിരിക്കുന്നുണ്ടാവും. അവനെ ഇപ്പോൾ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ അവൻ ഒളിഞ്ഞു ഓടും. അപ്പോൾ നമ്മൾ വീണ്ടും ഞാൻ അവനെ അടിക്കാൻ വേണ്ടി തേടിയിട്ടേ ഇരിക്കും. അപ്പോൾ പെട്ടെന്ന് ഫുഡ് സ്റ്റോപ്പ് വരുമ്പോൾ മുകളിൽ പോകുമ്പോൾ പെട്ടെന്ന് ആ സൈഡിൽ നിന്ന് ചുടും. ശരി വന്ന് ഇവൻ എന്നെ എങ്ങനെ കളിപ്പിക്കുന്നു. ലാസ്റ്റ് നമ്മുടെ ടീമായിട്ട് പറയാം അതാ ഇവിടെ അടിയിലുണ്ട് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മറ്റേ ഇത് ഇട്ട് ആ എലി പോലത്തെ സാധനം ഇട്ടിട്ട് അതിലെൻ്റെ പകുതി എഴുത്ത് പോയി. പിന്നെ ഇവിടെ നിന്ന് നിൽക്കുന്നു. ഇവിടെ അടിക്കാൻ വിചാരിച്ചപ്പോൾ കറക്റ്റായിട്ട് വൈഫൈന് നെറ്റ് പോയി സ്റ്റക്കായി. പിന്നെ ഇവ അടിയിടാ പറഞ്ഞിട്ട് ഹീലിടാ പറഞ്ഞപ്പോൾ മറ്റേ സാധനം എനിക്ക് ഇട്ടുതന്നു. മറ്റേ ഗ്രീൻ കളർ ഈ സാധനം ഇതാണെങ്കിൽ പെട്ടെന്നെങ്കിലും ഹീലും ചെയ്യുന്നില്ല. പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് ടീമൊട്ടും ചത്തു. ഞാൻ ഒരേ ഷൂട്ടിൽ വന്നിട്ടിരുന്നു. എൻ്റെ ഹെൽത്ത് നിന്നുണ്ടാ ബാക്കി ഒരു ഷൂട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തീർന്നാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഏതോ ലക്കിൽ ഞാൻ അങ്ങനെ അടിച്ചു. ഓക്കെ, ഞാൻ അടുത്ത റൗണ്ട് സ്റ്റാർട്ടായിട്ട് ഈ റൗണ്ടിൽ ഞാൻ എടുക്കുന്നത് തോംസനാണ്. നിങ്ങൾക്കറിയാലോ ഞാൻ തോംസണിൽ ഇങ്ങനെ കളിക്കാണ്. ഓക്കെ, എനിക്ക് ചുമ്മാ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനാണ് ഇത്തിരി ഇങ്ങനെ തിളങ്ങണത്. ശരി പറഞ്ഞ് നമ്മളിങ്ങനെ ഇതിന് മുകളിൽ കയറി നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ മുകളിൽ കയറി നിൽക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഇനിയൊരു ബ്രോ വന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുത്തൻ നിൽക്കുന്നുണ്ടാവും. അവനെ സ്നൈപ്പ് ചെയ്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ അവൻ ഓടിക്കും. ഇനി ഇവിടെ ഒരുത്തൻ ആ സാധനം ഇങ്ങോട്ട് ഇട്ട് വയ്ക്കണ്ടേ. അതെന്താ സാധനം? എലി പോലത്തെ സാധനം. അത് മറ്റേ ഇവൻ്റെ സ്കില്ലാണ്. പെട്ടെന്ന് ഓർത്തന്നെ അവിടെ നിന്ന് ചുടുണ്ടാവും. അപ്പോൾ ഞാൻ മെഡിക്കറ്റൊക്കെ ഇടും. അവൻ ഭയങ്കരമായിട്ട് ചുടൂടെ. അവൻ സ്നൈപ്പർ ചെയ്യുന്നുണ്ടോ? എൻ്റെ ഹെൽത്ത് നിന്നുണ്ട് എത്ര ഉറച്ചു. മെഡിക്കറ്റൊക്കെ ഇട്ട് അങ്ങനെ ഇവിടെ നിന്നൊക്കെ ഒരു കയറി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉഷാറായിട്ട് അങ്ങനെ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കണത്. പിന്നെ ഇതിൽ കയറാൻ പറഞ്ഞ് ഇതിൽ കയറുമ്പോൾ പെട്ടെന്ന് അവൻ്റെ ഹെൽത്ത് ഭയങ്കരമായിട്ടും കുറച്ചിടും. പിന്നെ ഒരു ഷൂട്ട് അങ്ങനെ ഞാൻ ഇറങ്ങി വന്ന് നിൽക്കുമ്പോഴേക്കും അവൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അങ്ങനെ അടിച്ചു. കേസ് നമ്മുടെ ബ്രോ നന്നായി പീനേഞ്ച് വെച്ച് നന്നായി അടിച്ച് അവനെ കൊന്ന് അവൻ്റെ തല വെട്ടി. കേസ് ഓക്കെ, വീണ്ടും നമ്മൾ ഈ ബ്രോ അടിച്ചിട്ടുണ്ട്. ഈ റൗണ്ടിൽ ആക്ച്വലി നമ്മൾ എന്ത് ഗണ്ണ് എടുക്കാൻ പോകുന്നത് വെച്ചാൽ വീണ്ടും തോംസൺ തന്നെയാണ്. ഗൈസ്, ഞാൻ ഗ്ലൂ വാളൊന്നും എടുത്തിട്ടില്ല. ഗ്ലൂ വാൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കാൻ കാശില്ല. ഒരു ഗണ്ണ് മാത്രം അങ്ങനെ കാശുള്ളൂ. ഞാൻ ഗ്ലൂ വാൾ വാങ്ങിയില്ല. പിന്നെ ഹെൽമെറ്റ്, ബാഗ് അതൊക്കെ ചുമ്മാ നോക്കിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ 2 മെഡിക്കറ്റ്, ഒരു മെഡിക്കറ്റ് വാങ്ങാൻ വിചാരിച്ചു. പക്ഷെ അതിനും കാശില്ല. അപ്പോൾ ഞാൻ ഈ മുകളിൽ കയറാൻ പോയി. മുകളിൽ കയറി അങ്ങനെ കുനിഞ്ഞിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഓർത്ത് എന്തോ സാധനം ഗ്രനേഡ് എല്ലാം തൂക്കി വീശാൻ തുടങ്ങി. ഞാൻ കുനിഞ്ഞിരിക്കുമ്പോൾ ഇപ്പൾസ് ചെയ്യുന്ന ഓർത്ത് വന്നു. അപ്പോൾ ഞാൻ ഉഷാറായിട്ട് അങ്ങനെയെങ്കിലും വരുമ്പോൾ കറക്റ്റായിട്ട് അവിടെ നിന്ന് ഓർത്ത് ഗ്ലോ ഇട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. പെട്ടെന്ന് ഇങ്ങനെ ഓടും. ജസ്റ്റ് മുസിൽ ഇവിടെ ഓടി ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇവ ഓർത്തന്നെ അടിച്ചിട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് ഇവിടെ നിന്ന് ഓർത്തം വരും. അവന് ഒരേ ഹെഡ്. നിങ്ങൾക്കറിയാം എങ്ങനെ ഹെഡ് ഷോട്ട് അടിക്കുന്നത്. അതേപോലെ ഒരു ഹെഡ് ഷോട്ട് തോംസണിൽ അടിച്ചു. പഴയ പോലെ ഇപ്പോൾ ഞാൻ തോംസണിൽ നന്നായി കളിക്കാൻ തുടങ്ങി. തോംസണിൽ ഇപ്പോൾ അവൻ ഒരു ഹെഡ് ഷോട്ട് ഇട്ടു. അടുത്ത് അങ്ങനെ ഇങ്ങനെ ചുറ്റി അങ്ങനെ നിൽക്കുക. ഞാനും ഈ ബ്രോ മാത്രമാണ് കൂടെ നിന്ന് കളിക്കുള്ളൂ. ബാക്കി എല്ലാവരും അങ്ങനെ പിരിഞ്ഞ് കളിക്കും.
ഓക്കെ, ഇപ്പോൾ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരെ മുകളിൽ കയറി. മുകളിലുണ്ടാവും കുഞ്ഞിറങ്ങും. ബ്രോ അത് അവിടെ നിൽക്കുന്നുണ്ട്. ബ്രോ ഒരു ഷൂട്ടിൽ തന്നെ പകുതി മുക്കാൽ ഹെൽത്ത് കുറച്ചു. പിന്നെ അങ്ങനെ 2 മെഡിക്കറ്റും അങ്ങനെ ഇട്ടിട്ട് നോക്കുമ്പോഴേക്കും ബ്രോ അതാ അങ്ങോട്ട് ചാടി വരുന്നുണ്ട്. ബ്രോനെ അവിടെ നിന്ന് ഞാൻ കൊന്നു. ബ്രോൻ്റെ പകുതി ഹെൽത്ത് ഞാൻ അവിടെ നിന്ന് തീർത്തു. പിന്നെ ബ്രോ ചാടാൻ തുടങ്ങും. ചാടാൻ നോക്കുമ്പോഴേക്കും ഞാൻ ചുട്ടു. അങ്ങനെ അവനും ചേർന്നൊക്കെ സുഹൃത്തുക്കളെ നമ്മൾക്ക് മാച്ച് പോയിൻ്റാണ്. ഇവിടെ ഞാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി തോംസണും P90 ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 2 ഗണ്ണെന്ന് വെച്ച് കളിക്കാൻ നോക്കുമ്പോൾ ബ്രോ മൊത്തം തോംസണാണ് താഴെ ഇടുണ്ടായിരുന്നു. ശരി പറഞ്ഞിട്ട് ഈ റൗണ്ടിൽ ഞാൻ തോംസണും പിന്നെ P90 വെച്ച് കളിക്കാൻ വിചാരിച്ച് ശരി പറഞ്ഞ് തോംസണും P90 എടുത്തു. എന്നിട്ട് ഞാൻ മുകളിൽ കയറി നോക്കും. പക്ഷെ മുകളിൽ കയറി സേഫ് ഇല്ല നമ്മുടെ ബ്രോ പറഞ്ഞു. അത് ഞാൻ ബ്രോൻ്റെ പിന്നാലെ അങ്ങനെ പോയിട്ട് അങ്ങനെ ഇതിന് മുകളിൽ ഞാൻ അങ്ങനെ കയറി. ബ്രോ അങ്ങനെ താഴെ ചാടി. ഞാൻ ഇതിന് മുകളിൽ വന്ന് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ സുനിൽ ബ്രോ എൻ്റെ പിന്നാലെ വന്നു. വൈദ്യുതന്മാരനെ അടിക്കാൻ നോക്കുമ്പോൾ അവൻ അങ്ങനെ ഒളിയും. ഇതൊക്കെയാണ് സംഭവിക്കുക. പിന്നെ കുറേ നേരം ഇവിടെ തന്നെ ഇങ്ങനെ പറ്റി പിടിച്ചെടുക്കും. അവിടെ ഒരു എനിമി തന്നിട്ടുണ്ടാവും. അവൻ്റെ പകുതി ഹെൽത്ത് തീർത്തു. ബ്രോ അടിക്കാൻ നോക്കുമ്പോൾ ബ്രോ ചാവും. ബ്രോനെ ഹീൽ ചെയ്യും ഒരുത്തൻ. അവനെ അടിച്ചിട്ട് ഇനിയൊരുത്തൻ ഹീൽ ചെയ്യും. അവൻ മാത്രം ഹീൽ ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ ഒറ്റ ആളായിട്ട് ഞാൻ കടിക്കണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രോ അവിടെ ഉണ്ട്. 3 ആളാണ് ഗൈസുള്ളത്. ഞാൻ ഇപ്പോൾ എനിമി ഇതാക്കണം. ഞാൻ ഇപ്പോൾ പോകുന്ന സ്ഥലത്താണ് ഇല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞാൽ അങ്ങനെ ഒളിങ്ങി നിൽക്കുന്നുണ്ട്. എനിമി എവിടെ എന്ന് നോക്കിയിരിക്കുമ്പോൾ അവന്മാർ ഉഷാറായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടാവും. പെട്ടെന്ന് അവൻ ആ ഹീൽ ചെയ്യുന്ന സാധനം ഇട്ട് കൊടുക്കുന്നു. പിന്നെ ആ ഹീൽ ചെയ്യുന്ന സാധനം പൊട്ടിച്ചിട്ട് നോക്കണ്ടേ എവിടെ എനിമി എന്ന് പറഞ്ഞ് നോക്കിയിട്ടേ ഇരിക്കും. പെട്ടെന്ന് നമ്മുടെ ബ്രോക്ക് സ്റ്റെപ്പ് വരും. പെട്ടെന്ന് ആ ബ്രോയും ചാവും. പെട്ടെന്ന് ഗ്ലൂ വാൾ ഇട്ടിട്ട് അവൻ അടിക്കാൻ പറഞ്ഞിങ്ങനെ വൺ ടാപ്പ് ട്രൈ ചെയ്യും. പക്ഷെ കിട്ടില്ല ഗൈസ്. അവൻ ഞാൻ അടിക്കാൻ വെച്ച് ഇങ്ങനെ പോകുമ്പോൾ അവൻ പെട്ടെന്ന് അടിച്ചു ഗൈസ്. ഇവനെ വെറുതെ വിടില്ല പറഞ്ഞ് ഇവൻ എന്തായാലും ഞാൻ റിവെഞ്ച് അടിക്കും വിചാരിച്ചു. എൻ്റെ മനസ്സിലേ ഉണ്ടായിരുന്നു ഇവൻ എങ്ങനെയെങ്കിലും ഇവനെ അടിക്കും. ഈ റൗണ്ട് എല്ലാത്തിനും അടിക്കണം വിചാരിച്ചു. എല്ലാ ടീമേറ്റും പറഞ്ഞു. ശരി പറഞ്ഞ് നമ്മൾ തോംസണും പിന്നെ മാഗുമാണ് എടുത്തേക്കണം. പിന്നെ ഗ്ലോ വാൾ ഈ റൗണ്ടിൽ വാങ്ങി ഞാൻ. ഗ്ലോ വാളും പിന്നെ ഗ്രനേഡ് പിന്നെ ഫ്രീസിൻ്റെ ഇത് അതൊക്കെ വാങ്ങി. അത് മാഗ് കൈ പിടിച്ചിരിക്കേണ്ടായിരുന്നു. ശരി പറഞ്ഞ് തോംസൺ എടുക്കുക. തോംസണിൽ കുറച്ച് കളിക്കാൻ പറ്റുള്ളൂ എനിക്ക്. മാഗിലൊക്കെ എനിക്ക് ഇത്തിരി വരില്ല കളിക്കാൻ. അപ്പോൾ ആദ്യം മാഗിൽ വരും, പക്ഷെ അത്രയ്ക്ക് എനിക്കൊരു വശം കിട്ടില്ല. ശരി പറഞ്ഞ് ഈ ബ്രോന് പെട്ടെന്ന് ഫുഡ് സ്റ്റെപ്പ് കാണിക്കും. അപ്പോൾ ഞാനും പെട്ടെന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബ്രോ ആ ബ്രോന് ചുട്ടുണ്ടാവും. പെട്ടെന്ന് ഇവന് ഒരു ഹെഡല്ല ബോയ് ഷോട്ട് അടിച്ചിട്ട് പെട്ടെന്ന് ഗ്ലോ വാൾ ഇടും. എന്നിട്ട് അവൻ്റെ കില്ല് ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ നോക്കുന്നുണ്ടാവും. വേറെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ അല്ല എന്താ വിഷയം എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ബ്രോ പറയും വീണ്ടും ഇവിടെ ഒരു എനിമി വന്നിട്ടാ പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ജസ്റ്റ് അങ്ങനെ ചാടി അങ്ങനെ നോക്കുന്നുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ചുടറും പോലെ കാണിക്കുന്നുണ്ടാവും. അത് എവിടെ പറഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ട് ഈ മൂലയിലുണ്ടാവും പറഞ്ഞാൽ ഈ മൂലയിൽ നോക്കി അവിടെ ഇല്ല. എവിടെ അവനെ നോക്കും. പെട്ടെന്ന് മുമ്പ് നിന്ന് ചുടറും പോലെ കാണിക്കും. ഇവൻ ഭയങ്കര ടെലിപ്പാട്ടർ പറഞ്ഞിട്ട് അവനൊരു ഹെഡിൽ ഒരു റെഡ് അവിടെ ഗ്ലോ വാൾ ഇട്ടു. അങ്ങനെ ചാടി നിൽക്കുന്നുണ്ടാവും. പെട്ടെന്ന് നമ്മുടെ ഈ ബ്രോ വന്ന് അവന് തീർത്തുണ്ടാവും. അത് നമ്മൾ സൂപ്പർ ബോയ് അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഈ മാച്ച് 4-1 എന്ന് പറഞ്ഞ് നമ്മൾ ഈ മാച്ച് നമ്മൾ തീർത്തേക്കാണ്. അപ്പോൾ വീഡിയോയിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്